ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു നെക്ക് ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. ഇതേ ഷേപ്പിലുള്ള ഒരു ഇതാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു 5 ഇഞ്ച് വീതിയിലും 4 ഇഞ്ച് ലെങ്തിലുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ നെക്ക് അളവ് എത്രയാണോ അതേ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ആ നെക്ക് ചെയ്യേണ്ട മെറ്റീരിയൽ വെച്ച് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 പീസ് മെറ്റീരിയൽ എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതേ ഒരു ഷേപ്പിൽ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്യാൻവാസിൻ്റെ അകത്തോട്ട് സൂചി കയറാതെ വേണം ഇതിങ്ങനെ കറക്റ്റ് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി ഇത് ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തിരിച്ചിട്ടിട്ട് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുർത്തിയുടെ ഫ്രണ്ട് പീസിലേക്ക് നമുക്കിത് അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ അകലം എത്രയാണോ അതും കൂടി ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യണം. ഇതിൻ്റെ മറുവശത്ത്, അതായത് ചീത്ത വശത്തേക്ക് ഇത് വെച്ചതിന് ശേഷം കറക്റ്റ് നമ്മുടെ ഇവിടെ മാർക്ക് ചെയ്തല്ലോ അതേ ലെവലിൽ വെച്ചതിന് ശേഷം ഇതിപ്പോൾ തയ്യെടുത്തുമ്പാണ്. അത് ക്യാൻവാസ് എവിടെയാണെന്ന് കറക്റ്റ് നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്യണം. ഇത് പിൻ ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് അയൺ ചെയ്തെടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഡോറ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു 2 ഇഞ്ചിലും 1.5 ഇഞ്ചിലും കട്ട് ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ 1.5 ഇഞ്ച് നീളത്തിനുള്ളത് ഇതിൻ്റെ ഈ ഒരു റൗണ്ട് വരുന്ന ഈ ഭാഗത്ത് ഇതിൻ്റെ മുകളിലായിട്ടും, അതായത് ചെറിയ പീസ് ഇതിൻ്റെ മുകളിലായിട്ടും വലിയ പീസ് ഇതിൻ്റെ താഴത്തായിട്ടും ഇതുപോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാം. ഇതിനകത്ത് ഇങ്ങനെ ഓരോ ബീഡ്സായിട്ട് വെക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.